ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ 3 പേരും കൂടിയിട്ട് മികാലുവിനെ തൊട്ടടുത്തൊരു ഫാമിലോട്ട് പോകാൻ കേട്ടോ. ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ ഒരു ഫാമാണ്. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് കുട്ടികൾ നേച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും പിന്നെ അവർക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു കുട്ടി ഫാമാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇത്രയും കാലമായിട്ടും എനിക്ക് ഇങ്ങനൊരു ഫാമിനെ പറ്റി ഒന്നും അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ജർമ്മൻ ഫ്രണ്ട് പറഞ്ഞതാണ് കേട്ടോ, വീക്കെൻഡ് ആകുമ്പോൾ പിള്ളേരെയും കൊണ്ട് ഇവിടെ പോയി അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന്. എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നു. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടത് പന്നീനായിരുന്നു. പന്നീനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മികാലോ ഇവിടുന്ന് പോരണുണ്ടായില്ല. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മികാലോ അതുമ്മ കയറി നല്ല കളിയാണ് കേട്ടോ. ആദ്യം അതുമ്മ കയറ്റിയിരുത്താൻ ഭയങ്കര പാടുപെട്ടെങ്കിലും പിന്നീട് അതുമ്മന്ന് ഇറക്കാൻ ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. കുറച്ച് നേരം ഞാൻ അവനെ ഫ്രീ ആക്കി വിട്ടു. പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ കാണാമായിരുന്നു. മണ്ണിലൊക്കെ കളിച്ച് ഫുൾ ഡ്രസ്സുമൊക്കെ നല്ല അഴുക്കായിരുന്നു. ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ചുറ്റി കണ്ടിട്ട് പിന്നെ അവനെ കുറച്ച് ഫ്രീ ആക്കി വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ മികാലുവിന് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. ഇത്രയും നാൾ ഈ ഒരു സ്ഥലം അറിയാത്തതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇവൻ ഈ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുട്ടി ഒന്ന് റിലാക്സ് ആയി കിട്ടിയായിരുന്നേ. കുട്ടികളുടെ ഫാമാന്ന് പറയുന്നുണ്ടെങ്കിലും മുതിർന്നവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് ഈ പിള്ളേരുടെ കളി കാണാനൊക്കെ വന്ന് അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പലതരത്തിലുള്ള കോഴികളെ ഞാൻ അവിടെ കണ്ടു. നമ്മുടെ നാട്ടിലെ നാടൻ കോഴിയും തൊപ്പിക്കോഴിയും അങ്ങനത്തെ പല ടൈപ്പ് കണ്ടു കേട്ടോ. പിന്നെ ഈ കാണുന്ന വണ്ടികളൊക്കെ ഉണ്ട്. അതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മികാലുവിനെ ഇരുത്തി ടൂറ് പോലെ ചുറ്റും നടത്താം. ഈ കോഴിനെയാട്ടോ ഞാൻ പറഞ്ഞത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കോഴിനെ കാണാനായിട്ട്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പെയർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടൈപ്പ് കോഴികളാണ് കേട്ടോ. മികാലു ഇതിനെ കണ്ടപ്പോഴേക്കും ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി. പ്രത്യേകിച്ച് ഇതിൻ്റെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട് മൃഗങ്ങളെയൊന്നും നമ്മൾ തൊടാനും പിടിക്കാനൊന്നും പാടില്ലാന്ന്. അപ്പോൾ മികാലു അതിനെ പിടിക്കാൻ ഓടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജേസൺ പിടിച്ചതാട്ടോ. പെട്ടെന്ന് ആൾ സ്ലിപ്പായിട്ട് വീഴാൻ നോക്കി. കുട്ടികൾക്ക് ജീവികളെ കുറിച്ച് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ കൃഷിയും ഓർഗാനിക് ഫാമിങ്ങിനെ പറ്റിയൊക്കെ പഠിക്കാനും അറിയാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെ കോഴീനെയും പന്നിനെയും കാണിച്ചു കൊടുത്തിട്ടും ആൾ ഈ ഒരു സൈഡിൽ നിന്ന് പോരുന്നുണ്ടായില്ല കേട്ടോ. ആൾക്ക് ഈ വണ്ടി ഭയങ്കരമായിട്ട് ബോധിച്ചു എന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗത്തുനിന്ന് ആൾ പോരുന്നുണ്ടായില്ല. ഞങ്ങൾ വന്നത് ഈ കഴുതകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. 2 കഴുതയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, പക്ഷെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന്. ഈ ഒരു ഏരിയയിൽ നമ്മൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കായിരിക്കും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. കുറച്ച് നേരം ഒന്ന് ഓടി കളിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകഴിഞ്ഞ് ഇതാണ് കേട്ടോ സ്ഥിതി. ആളൊരു സ്ഥലത്ത് നിൽക്കില്ല, അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് അവനെ പിടിച്ചാലും കിട്ടില്ല കേട്ടോ ചില സമയത്ത്. അങ്ങനെ ഓടി പുള്ളി ഈ ഒരു കനാലിൻ്റെ സൈഡിലേക്ക് വന്നു. അതായത് ഈ ഒരു ഫാമിന് വേണ്ടിയിട്ടുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരിക്കും അവർ യൂസ് ചെയ്യണേ. ഫാമിങ്ങിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് കാലത്ത് 8 മണി തുടങ്ങി വൈകിട്ട് 6:30 വരെയാണ് കേട്ടോ. സമ്മറിൽ ഇത് കുറച്ച് നേരം കൂടുതലുണ്ടാവും, പക്ഷേ വിൻ്റർ ടൈമിൽ ഇത് നേരത്തെ അടയ്ക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഫുള്ള് കവർ ചെയ്തു കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ ചെറിയ ജീവികളുടെ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് പോയി കണ്ടത് മുയലിനെയാണ്. മുയലിൻ്റെ തന്നെ പല വെറൈറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ ചെല്ലണവർക്ക് വേണമെങ്കിൽ അവർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കാം. ഡൊണേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ, കാർഡ് പേയ്മെൻറ്റ് എടുക്കില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്.
അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അവർക്കൊരു പാർക്ക് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മികാല് കുറച്ച് നേരം ആ സൈക്കിളും എന്താന്ന് നോക്കി. പക്ഷെ മുന്നത്തെ വണ്ടിയുടെ പോലെ ആൾക്ക് ഭയങ്കര കംഫർട്ടായില്ല. ഈ ഒരു ഫാമിലി ജീവികൾ മാത്രമല്ല, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാർക്കൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളിക്കാനുള്ള സാധനങ്ങളും അവിടെ ഉണ്ട്. മികാലുവിന് പിന്നെ ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുന്നത് സ്ഥിരം പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അവൻ്റെ ഡേ കെയറിലൊക്കെ അവന് ഇങ്ങനെ കളിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എപ്പോൾ കണ്ടാലും പിന്നെ പുള്ളി വിട്ട് കളയില്ല കേട്ടോ. പിന്നെ ഞാനും വിചാരിക്കും നമുക്കും കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളെ കുറച്ചൊന്ന് എൻഗേജ് ചെയ്യിപ്പിച്ചാൽ മതിയാവും. ഞങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവരത് സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ അവർ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചപ്പോൾ നമ്മുടെ ആളും കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. പിന്നെ ഈ ഒരു ഒഴുകണ സാധനത്തുമ്മേ എൻ്റെ ദൈവം ഇതുമ്മേ കയറ്റി ഞാൻ ഒരു പ്രാവശ്യം അവനൊന്ന് കയറ്റി ഇറക്കാമെന്ന് വിചാരിച്ചോളൂ. പിന്നെ ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അതുമേന്ന് പോരണുണ്ടായിരുന്നില്ല. പിന്നെ ഒരാൾ നമ്മൾ പിടിച്ചില്ലെങ്കിൽ മുന്നോട്ട് കുത്തി വീഴുമല്ലോ. കാര്യം അവൻ്റെ ഡേ കെയറിൽ ഇവൻ തന്നെയാണ് കളിക്കണമെന്നുണ്ടെങ്കിലും നമ്മളടുത്തുള്ളപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതല്ലേ. ഇതിപ്പോൾ ഇതുമ്മേ കയറ്റിയത് അബദ്ധം പോലെയായി. കാരണം പുള്ളീനെ വിളിച്ചിട്ടും വന്നില്ല. പുള്ളി ഇതുമ്മേ പിന്നെ തന്നെ ഒറ്റയ്ക്ക് കയറാൻ നോക്കുക. കയറി കഴിഞ്ഞുള്ള എക്സ്പ്രഷനാട്ടോ കാണുന്നത്. ഞാൻ പറഞ്ഞ ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ ബാക്കിൽ നടക്കണേ. കുട്ടികളെ കൊണ്ടുവന്ന് ഒരു 2-3 മണിക്കൂർ എൻഗേജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പൊക്കെ ഈ പാർക്കിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വെതറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെതറായിരുന്നു. എനിക്ക് തോന്നുന്നു 21 ഡിഗ്രി ഉണ്ടായിരുന്നു. നല്ല ടെമ്പറേച്ചറൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങാനായിട്ട് നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, കാർഡ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ അവസാനം ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവാണ്. ഇവിടുന്ന് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവമേ നല്ല പണിയായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്കും ഈ പന്നി കിടന്ന് ഉറങ്ങണുണ്ടായിട്ടോ. തിരിച്ച് വീണ്ടും അരയനങ്ങളുടെ അവിടെ നിന്നിട്ട് ഒരു ഷോർട്സ് പോലെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നതാണ്. അങ്ങനെ അവിടെ മികാലോനെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളെ എത്തിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നുള്ള വാശിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. ആ ഒരു വാശി മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഊഞ്ഞാലയമേ ഇരുത്തിയതാണ് കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പിള്ളേരായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സൈഡിലേക്ക് എടുക്കാനേ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം അവനെ വരുത്തി ഊഞ്ഞാല ആട്ടിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ വലിയ വാശി ഉണ്ടായിരുന്നില്ല. ഫൈനലി ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്നാക്സ് പോലെ കഴിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ. ബ്രാറ്റ് വൂസ്റ്റ് എന്നാട്ടോ എന്നെ പറയാം. 4 യൂറോ ആയിരുന്നു ഈ ഒരു സാധനത്തിന്. ഞാൻ ഒരെണ്ണം മേടിച്ചുള്ളൂ. സോസേജും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചു കേട്ടോ. മികാലോന് കുറച്ച് ബ്രെഡിൻ്റെ പീസസൊക്കെ കൊടുത്തോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ വഴിക്ക് എന്തായാലും സംഭവം കിടുമായിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ അടിപൊളിയായിട്ടില്ലേ? ഇതാണ് കേട്ടോ ഈ സീസണിൻ്റെ പ്രത്യേകത, ചെറി ബ്ലോസം. നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു ദിവസം ഇവിടെ വരാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ആൻഡ് ബൈ.